ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് എൻ്റെ കല്യാണ സാരി എടുക്കാൻ പോകുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കല്യാണ സാരി അല്ല, അവരുടെ വീട്ടിൽ നിന്ന് സാരി എടുക്കാൻ പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പെട്ടെന്ന് ഒരുങ്ങണം കേട്ടോ, കാരണം 7 മണി എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 7 മണിയായി. ഒരു 7:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷെ എനിക്കിന്നെന്തോ ഒന്ന് ഒരുങ്ങണം എന്ന് തോന്നി. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യാനുള്ളൊരു പ്ലാനില്ല. പക്ഷേ എന്നാലും നമ്മുടെ സ്ട്രോ ക്രീം ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് ഭയങ്കര ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും അവർ ഫാമിലി ഉണ്ടാവുമല്ലോ, ഭയങ്കര ഒരു കോൺഫിഡൻസ് പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ഈ കഴുത്തിൻ്റെ പിഗ്മെൻറ്റേഷനെ അതുകൊണ്ടാണ് ലേശം പൊട്ടിടിയാം എന്നുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എനിക്കൊരു പേടി, കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അലർജിക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് വേണോ വേണ്ടെന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. പക്ഷെ വളരെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്. ഞാൻ എന്നും യൂസ് ചെയ്യുന്ന എൻ്റെ ഷുഗറിൻ്റെ വളരെ ചെറുതായിട്ട് ഞാൻ ഡോട്ട് ഇട്ടെടുക്കണുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇടങ്ങാറായ ബുദ്ധിമുട്ടാവും. ഈ ഇടങ്ങറെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുക അങ്ങനെ പറയില്ലേ, അതാട്ടോ ഇടങ്ങറ്. ചിലരൊക്കെ ചിലപ്പോൾ ഈ ഇടങ്ങറ് എന്തൊക്കെ ഇവള് പറയണേ എന്ന് വിചാരിക്കല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കണ്ടോ, അത്ര കണ്ടോ വ്യത്യാസം. ഈ ഫൗണ്ടേഷൻ അടിപൊളി ഫൗണ്ടേഷൻ ഉണ്ടോ, പക്ഷെ ഞാൻ കൈയായിട്ട് ചെയ്യാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ തപ്പിയിട്ട് എൻ്റെ ബ്രഷ് കാണാൻ എവിടെയാണോ കൊണ്ടുവച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല എവിടെ വെച്ചെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണി തീർക്കണം, എനിക്ക് സമയമില്ല. ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് പണി തീർക്കണം. കാരണം അവർ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചാൽ പിന്നെ എനിക്ക് ഒന്നിനും നേരമില്ല. ഈവൻ ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാതെ അമ്മ വിടില്ല, കാരണം എനിക്ക് രാവിലെ മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി തീർക്കണം. പക്ഷേ ഇതെൻ്റെ ഒരു എക്സൈറ്റഡ് മേക്കപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കാരണം ഇനി ലൈഫിൽ ഉണ്ടാവില്ലല്ലോ, കല്യാണത്തിൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇനി ഉണ്ടാവരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാനും. കാരണം നമ്മൾ ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഇതെൻ്റെ എന്താണ് ആദ്യത്തേതും അവസാനത്തേതുമായ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഡ്രസ്സ് എടുക്കാൻ പോകും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനേ പ്രൈമർ ഇടാൻ മറന്നുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും കുഞ്ഞതായിട്ടൊരു ഐ ഷാഡോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, വളരെ മൈൽഡായിട്ട്. എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ മേക്കപ്പ് ഇട്ടിട്ട് പോയാൽ ആകെ അവരെല്ലാവരും ഞെട്ടിപ്പോവും. ആക്ച്വലി എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒന്നും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് പോയിൻ്റെ ഞാൻ പറയുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഐസ് ക്യൂബൊക്കെ സ്ഥിരമായിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3 വീക്സായി എൻ്റെ ചീഞ്ഞ് നന്നായിട്ട് എൻ്റെ മുഖത്ത് എനിക്ക് തന്നെ തോന്നുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനൊരു പ്ലാൻ വന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ കുറേ കാലത്തിന് ശേഷം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസത്തിന് മേലെ എങ്ങടെയെങ്കിലും അച്ഛനും അമ്മയും, അതായത് അമ്മ എൻ്റെ കൂടെ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോണതല്ല, അവരുടെ കൂടെയാണ്. പക്ഷെ എന്നാലും അച്ഛനും അമ്മയും ഇല്ലാതെ പോണതും ഉണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എപ്പോഴും കൂട്ടിന് അവരുണ്ടാവുമല്ലോ. ജസ്റ്റ് ഞാൻ കാജൽ എഴുതി കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്ന മെസ്സേജ് അയക്കുന്നതാവും അവൻ. ഞാനൊരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിന് ഷാർപ്നെസ് ഇല്ല. ഞാനൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് കുഞ്ഞു നേരം വളരെ ചെറുതായിട്ട് ഞാനൊരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കട്ടെ. എൻ്റെ മുടി അഴിയുന്നത് നിങ്ങൾ കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട. എനിക്ക് മുടി ഞാൻ കെട്ടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഈ ഒരു സ്മോക്ക് കേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞ കണ്ണ് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ജസ്റ്റ് ഞാൻ ഐബ്രോ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഐബ്രോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കേട്ടോ. ഈ ഐബ്രോ മാത്രമല്ല, അതിനകത്ത് മറ്റേ താഴത്തെ പോർഷനിൽ 2 സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഐലൈനറും അവൈലബിൾ ആണ്, ജെൽ ഐലൈനർ. പക്ഷേ ഞാനത് ഉപയോഗിക്കാറില്ല, എനിക്കത് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്ത കാരണം ഇത് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടേ ചെയ്യാറുള്ളൂ, കാരണം ഇതൊരു ബ്രൗൺ ടച്ചാണ് എന്നായിരുന്നു ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ അതിലുണ്ടായിരുന്നു. പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോലെയല്ല വന്നത്, നല്ല ബ്ലാക്ക് കൺമഷി ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം പണിയാൻ നിന്നില്ല. ഇനി കുറച്ചെടുത്ത് ഞാൻ കണ്ണിൻ്റെ മേലൊന്ന് ബസ് ഇത്ര ചെയ്യാനേ സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കണം. കോമ്പാക്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും പണി വിയർക്ക്. എനിക്ക് എന്താ പറയുക, AC ഇട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും വിയർക്കുമല്ലോ. കുറച്ച് വിയർക്കും, അല്ലാണ്ട് ചൂട് കാലത്ത് പോലെ ഒന്നും വിയർത്തിട്ടില്ലെങ്കിലും കുറച്ച് വിയർക്കുമല്ലോ. അപ്പോൾ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഞാനിത് കോമ്പാക്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര എനിക്കൊന്നൊരു ഗ്ലോ ലുക്ക് കിട്ടാൻ വീണ്ടും ഞാൻ ഈ സ്ട്രോക്ക് ക്രീം ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പൗഡർ ഇട്ടതിന് ശേഷം സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പാടുമെന്ന് പോലും എനിക്കറിയില്ല. ഐ മീൻ ഈ നമ്മൾ സെറ്റിംഗ് പൗഡർ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ഒരുപാട് വെച്ച് അലമ്പി വൃത്തിയുടെ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനത് കൊളായ ഒന്നും ചെയ്യാനും പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ ലിപ്സ്റ്റിക്കും പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. എനിക്ക് കോള് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോണത്. ഞാനേ മിററൊന്നും എടുത്തിട്ടില്ല, ക്യാമറയെ നോക്കിയിട്ട് തന്നെയാണ് വീണ്ടും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് വരാം, കമ്മലൊക്കെ താഴെയാണ്, ഏതെങ്കിലും കെട്ടിയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. മുടി ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പിന്നിക്കെടുത്തു, ഇങ്ങനെ കെട്ടിയിട്ടു, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പോട്ടെ, എനിക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇതാണ്. കാര്യപ്പെട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടു, ഐഷാഡോ ഇട്ടു, കണ്ടെഴുതി നമ്മുടെ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കോള് വന്നു തുടങ്ങി, ഞാൻ താഴെ പോട്ടെ. അപ്പോൾ ഇതിൻ്റെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡേ ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യും, ബിക്കോസ് നമ്മുടെ ഒരു മെമ്മറി അല്ലേ, യൂട്യൂബിൽ കിടന്നോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.